ആലപ്പുഴ ബീച്ചിൽ പൈപ്പ് ബോംബെന്ന് സംശയിക്കുന്ന വസ്തു കണ്ടെത്തി ആളുകൾ അടിയന്തരമായി ഇപ്പോൾ ഒഴിപ്പിക്കുകയാണ്. ജില്ലാ പോലീസ് മേധാവി ഉൾപ്പെടെ സ്ഥലത്തെത്തിയിട്ടുണ്ട്. മനീഷ് മഹിബാൽ ആലപ്പുഴയിൽ നിന്ന് ഇപ്പോൾ ചേരുന്നുണ്ട്. മനീഷ്, ഇതെന്താണെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ടോ മനീഷ്? ഉന്മേഷ്, ഇന്ന് രാത്രി 8 മണിയോടുകൂടിയാണ് ആലപ്പുഴ ബീച്ചിൽ കുട്ടികളുടെ ആശുപത്രിയുടെ പടിഞ്ഞാറെ ഭാഗത്ത് കടൽ തീരത്തോട് ചേർന്ന് ഒരു കുടുംബത്തിന് പൈപ്പ് മാതൃകയിൽ ഒരു വസ്തു ലഭിക്കുന്നത്. പിന്നീട് അവിടെ ബീച്ച് പോലീസിനെ അറിയിച്ചു. അവിടെ എത്തിയപ്പോഴാണ് അത് പൈപ്പ് ബോംബ് മാതൃകയിലുള്ള ഒരു സാമഗ്രിയാണെന്ന് പോലീസ് മനസ്സിലാക്കുന്നത്. ബീച്ചിൽ നിന്നും ആളുകളെ അടിയന്തരമായി മാറാനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഒപ്പം തന്നെ ആളുകളെ മാറ്റിയിട്ടുണ്ട്. പൈപ്പിനുള്ളിൽ ലോഹ ശകലങ്ങൾ ഉണ്ട്, അതിന്റെ സാന്നിധ്യം ഉണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. സ്ഫോടക വസ്തു ഇതിനുള്ളിൽ ഉണ്ടോ ഇല്ലയോ എന്നുള്ള പരിശോധന നടത്തേണ്ടതുണ്ട്. അതിന് പോലീസ് ബോംബ് സ്ക്വാഡ് സ്ഥലത്തെത്തിയിട്ടുണ്ട്. കൂടുതൽ വിദഗ്ധ സംഘം എറണാകുളത്ത് നിന്ന് ആലപ്പുഴയിലേക്ക് തിരിച്ചിട്ടുണ്ട്. ഇന്ന് രാത്രി 10 മണിയോട് തന്നെ ഇത് ബോംബാണെങ്കിൽ അത് നിർവീര്യമാക്കാനുള്ള കാര്യങ്ങൾ പോലീസ് ചെയ്യുന്നുണ്ട്. ജില്ലാ പോലീസ് മേധാവി അടക്കമുള്ള ആളുകളുണ്ട്. ഡിവൈഎസ്പി MR മധു ബാബുവിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് ഇപ്പോൾ നിലവിൽ സ്ഥലത്തുള്ളത്. ഇത് ബോംബാണെന്ന് സ്ഥിരീകരിച്ചിട്ടില്ല, പക്ഷേ ബോംബ് മാതൃകയിലുള്ളതാണ്. ഒപ്പം തന്നെ ഇതിന്റെ എക്സ്പ്ലോഷൻ, അതായത് ഒരു പ്രഷർ ഉണ്ടാക്കി എക്സ്പ്ലോഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സാധാരണ ബോംബിന്റെ മാതൃക ഇതിലുണ്ട്. ഒരു PVC പൈപ്പിന്റെ രണ്ടറ്റത്തും അത് അടച്ച നിലയിലാണ്. അതുകൊണ്ട് തന്നെ അതിനകത്ത് എന്തെങ്കിലും ഉണ്ടോ എന്ന് പരിശോധന നടത്തണമെങ്കിൽ വിദഗ്ധ സംഘം തന്നെ അവിടെ എത്തി പരിശോധന നടത്തിയാൽ മാത്രമേ സാധിക്കുകയുള്ളൂ. നിലവിൽ ഒരു ബക്കറ്റിനകത്ത് മണ്ണിട്ട് ആ മണ്ണിന്റെ പുറത്താണ് ഈ വസ്തു വെച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ പോലീസ് സംഘം, ഈ വിദഗ്ധ സംഘം സംശയിക്കുന്നത് എന്തെങ്കിലും കൂടോത്രത്തിന് സാധാരണ ഈ മാതൃകയിൽ പൈപ്പിന്റെ രണ്ടറ്റവും അടച്ചത്. ശരി മനീഷ്, ഏതായാലും അക്കാര്യത്തിൽ ഇനി വിദഗ്ധ പരിശോധന ആവശ്യമുണ്ട്. അത്തരമൊരു സംശയത്തിലാണ് പരിശോധനകൾ ഇപ്പോൾ നടക്കുന്നത്.